ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡയറ്റിന്റെ 3-ാമത്തെ ദിവസമാണെന്ന്. ഒരുപാട് പേര് 2-ാമത്തെ ദിവസം ഡയറ്റ് എടുത്തു എന്ന് അറിഞ്ഞാൽ സന്തോഷം. ഇന്നലത്തെയും മിനിയാന്നത്തെയും വീഡിയോ കണ്ട് കുറച്ച് സംശയങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ചിയ സീഡ്സ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫ്ലാക്സ് സീഡ്സിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, എല്ലാവർക്കും ചിലപ്പോൾ അത് പറ്റില്ല, ലോ പ്രഷർ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ ചിയ സീഡ്സ് ഇപ്പോൾ സ്റ്റോൺ ഉള്ളവർക്ക്, കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് പറ്റുമോ, തൈറോയിഡ് ഉള്ളവർക്ക് പറ്റുമോ എന്നൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ PCOD ഉള്ളവർക്ക് പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഡയറ്റീഷ്യൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിന്നി പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടീസ്പൂൺ വരെ എനിക്ക് PCOD ഉണ്ട്, സ്റ്റോൺ ഉണ്ട്, ഞാൻ 2 ടീസ്പൂൺ വരെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ തൈറോയിഡിനും പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും ഞാൻ ഓരോ വീഡിയോയിൽ എടുത്തു പറയുന്നത് നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അവർക്കായിരിക്കും നിങ്ങളെ പറ്റി കൂടുതൽ അറിയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എനിക്ക് നിങ്ങൾ ഒരുപാട് പേര് മെസ്സേജസ് അയക്കുമ്പോൾ നിങ്ങൾ പേഴ്സണലി ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എനിക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് വന്ന ഡയറ്റ് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ACV, അതായത് ആപ്പിൾ സിഡാർ വിനീഗർ കഴിച്ചിട്ട് കുറച്ച് പേർക്ക് അസിഡിറ്റി പോലെ ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ ACV കഴിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ 2 മാസം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ACV കഴിച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു എങ്കിൽ നിങ്ങളത് കഴിക്കാതിരിക്കുക. അതിന് പകരമായിട്ട് കുക്കുംബർ, ഞാൻ അന്ന് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കുക്കുംബർ ജ്യൂസ് കുടിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കാം. എന്നാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്തായിരുന്നു വെച്ചാൽ, കുറച്ച് പേര് പറഞ്ഞിരുന്നു തലവേദന ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരു ചായ ദിവസം കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രീൻ ടീ ആയിരുന്നു. അപ്പോൾ ഗ്രീൻ ടീ എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. അപ്പോൾ ഗ്രീൻ ടീ കുടിച്ചിട്ട് പറ്റാതിരുന്ന സമയത്ത് തലവേദനയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ നിന്നിയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഒരു ചായ അലോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതും 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട്. അങ്ങനെ കുടിച്ചപ്പോൾ എനിക്ക് തലവേദന മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ വെള്ളം കുടിക്കുന്നു എന്ന് പറയില്ലേ, നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടാവും, പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിക്കുന്ന രീതികൾ കുറവായിരുന്നിരിക്കും അല്ലേ നമുക്ക്. അപ്പോൾ പെട്ടെന്ന് ശരീരത്തിൽ പതിവില്ലാത്ത രീതിയിൽ വെള്ളം വരുമ്പോഴും ഒക്കെ നമ്മുടെ ആ ഭക്ഷണക്രമം ഒന്ന് തെറ്റുമ്പോഴും നമ്മളെ ബോഡി ഒന്ന് തളം തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോഴും തലവേദന വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വെള്ളം കുടിക്കുന്നതിൻ്റെ ആ ഒരു തോതില്ലേ, ഇപ്പോൾ 2 ലിറ്റർ ഡെയിലി ഫസ്റ്റ് ഡേ കുടിക്കണമെന്നൊന്നുമില്ല, അത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ 1 ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റുന്നുള്ളൂ, അങ്ങനെ കുടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു കവിൾ വീതം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോയാലും കുഴപ്പമില്ല. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ, നമുക്ക് സമാധാനമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കണം. തലവേദനയും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അറിയുക. അപ്പോൾ ചേച്ചി പറഞ്ഞു 2 ലിറ്റർ കുടിക്കാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യൊന്നും വേണ്ട. അവനവൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം അനുസരിച്ച് അതിൽ മാറ്റം വരുത്താട്ടോ. അപ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളം ആദ്യമൊക്കെ ചെല്ലുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ ഫീൽ ചെയ്തിരുന്നു. പിന്നെ നമുക്ക് യൂസ് ടു ആയി ബോഡി. പിന്നെ നമുക്കൊരു മനസ്സിനൊരു ഇതുണ്ടല്ലോ, എനിക്ക് വണ്ണം കുറയ്ക്കണം, എനിക്ക് ഹെൽത്തി ആവണം എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ തലവേദനയൊക്കെ പമ്പ കിടക്കുന്നേ. എന്നാൽ പോലും നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കുക, അവനവൻ്റെ കാര്യം നോക്കി മാത്രം ചെയ്യാട്ടോ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ച വേറൊരു സംശയം, ഇപ്പം ഞാൻ പറഞ്ഞിരുന്നില്ല, ഞാൻ 7 കിലോമീറ്റർ, അതായത് 10,000 സ്റ്റെപ്സ് ആണ് എനിക്ക് തന്നിരുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒറ്റ സ്ട്രെച്ചിൽ നടക്കണോ, അതെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ 2 കിലോമീറ്റർ നടന്നിട്ട് പിന്നെ പതുക്കെ ഇൻക്രീസ് ചെയ്തോന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആയാലും മതി. അപ്പോൾ ഞാനൊക്കെ നടന്ന് ശീലമായതുകൊണ്ട് 7 കിലോമീറ്റർ നടന്നിരുന്നു, രാത്രി തന്നെ നടന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ രാവിലെ 3 കിലോമീറ്റർ, രാത്രി 4 കിലോമീറ്റർ, അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ അതിന് കാലുവേദന അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 കിലോമീറ്റർ നടന്നാലും മതി. ബാക്കി ബ്രീത്തിങ് എക്സസൈസോ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ എക്സസൈസസ് ചെയ്തിട്ട് അതും ചെയ്താലും മതി. നടക്കണം തന്നെ നിർബന്ധമൊന്നുമില്ല. ചെറിയ ഏത് എക്സസൈസ് ആണെങ്കിലും ഇപ്പൊ യോഗ ചെയ്യുന്നവർക്ക് യോഗ ചെയ്താൽ മതിയാവും. മനസ്സിലായില്ലേ? ഇപ്പൊ പ്രാണായാമം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതിയാവും. ഞാൻ നടത്തം പ്രിഫർ ചെയ്തു, ഞാൻ നടന്നു. 7 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയി നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 കിലോമീറ്റർ നടക്കുക, അടുത്ത ദിവസം 2.5 കിലോമീറ്റർ ഒക്കെ, അങ്ങനെ ഇൻക്രീസ് ചെയ്ത് 7 കിലോമീറ്റർ ആയാലും കുഴപ്പമില്ല. പറ്റുന്നവർ പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. അല്ലാതെ ഇന്ന് തന്നെ എനിക്ക് 7 കിലോമീറ്റർ നടക്കണം, പിന്നെ കാലുവേദന കൈവേദന ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ആരോഗ്യം അനുസരിച്ച് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ അതിൻ്റെതായ അറിവുള്ളവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ആൻസർ പറയുന്നത്. അല്ലാണ്ട് എനിക്ക് ഉത്തരം പറയാനുള്ള യാതൊരുവിധ അർഹതയില്ല. ഞാനൊരു ഡോക്ടറോ ന്യൂട്രീഷനിസ്റ്റോ ഒന്നല്ല. അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം. വീണ ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മുഴുവനും കണ്ണടച്ച് വിശ്വസിക്കരുത്. എന്റെ ബോഡി പോലെയല്ല നിങ്ങളുടെ ബോഡി. ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, എനിക്കിപ്പോ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതൊരു മോശമായിട്ട് ഭവിക്കാൻ പാടില്ല എന്ന് ഉത്തമമായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്ത് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓയിൽ ഉപയോഗിക്കാതിരിക്കുക.
എന്ത് ഓയിൽ 2-3 തരത്തിലുള്ള ഓയിൽ മാറ്റി മാറ്റി ഉപയോഗിക്കാനാണ് ന്യൂട്രീഷനിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെ കേരള വിഭവങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വെളിച്ചെണ്ണ, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ കടുകെണ്ണ അല്ലെങ്കിൽ സാധാരണ ഓയിൽ, പിന്നെ തമിഴ് വിഭവങ്ങളാണെങ്കിൽ സെസ്മി സീഡ് ഓയിൽ. അപ്പോൾ മാറ്റി 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 അങ്ങനെ ഓയിൽസ് ഉപയോഗിച്ചാൽ മതിയാവും. അത് ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നോർമൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ഓയിലിനേക്കാളും, അതായത് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഉപയോഗിക്കാൻ പറഞ്ഞിരുന്നത് സാധാരണ എൻ്റെ റെസിപ്പിയിൽ പറയുന്നെങ്കിൽ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ അത് 1 ടീസ്പൂൺ ജസ്റ്റ് ഒരു പേരിന് മാത്രം ഓയിൽ ഉപയോഗിക്കാം. പിന്നെ തേങ്ങ അരച്ച കറികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, എങ്കിൽ പോലും തേങ്ങയുടെ അളവ് ഒന്ന് കുറയ്ക്കാം. അപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ അരയ്ക്കുന്ന ഒരു കറിയാണെങ്കിൽ നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണിലോട്ടൊന്ന് കുറയ്ക്കാം. അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഒരുപാട് അങ്ങ് എന്താ പറയുക, അങ്ങനെ എല്ലാം കഴിക്കാതിരുന്നിട്ട് നമ്മൾ ഡയറ്റ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ എല്ലാം ചെറിയ ചെറിയ രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ ചെല്ലുകയും വേണം. അതേസമയം നമുക്ക് ഓവറായിട്ടുള്ളൊരു വണ്ണം കൂടാനുള്ള ടെൻഡൻസി ഉണ്ടാവാനും പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ പ്രാവശ്യവും നിന്നീരുടെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മറുപടി തരുന്നത്. അപ്പൊ ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിന് ഈ ഡയറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. ഷുഗർ പേഷ്യൻസിനും ചെയ്യാം. നമ്മളിതിലിപ്പോ എല്ലാം ഷുഗർ പേഷ്യൻസിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറ്റ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. കാരണം ഷുഗർ കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറവാണ്. അഥവാ നിങ്ങൾക്ക് ചോറ് 4 ടേബിൾ സ്പൂൺ ചോറ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് റൊട്ടി ഉപയോഗിക്കാം. ഇന്നത്തെ മെനു ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം. രാവിലത്തെ പിന്നെ ബാക്കി ചിയാ സീഡും കാര്യങ്ങളൊന്നും ഇനി നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യത്തെ വീഡിയോ കാണാൻ മറക്കരുത്. ആദ്യത്തെ വീഡിയോയിലാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. Day 1 വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് ഇങ്ങനെ പെട്ടെന്ന് ആ ഫുഡ് കാണിച്ചിട്ട് അങ്ങ് പോകുന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വേറൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡയറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 6 ദിവസത്തെ ഡയറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് പറഞ്ഞുതരാം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻസ് വരും. അപ്പൊ ഞാനിപ്പോ മെയിൻ്റെനൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഡയറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ കാണിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാനിപ്പോ വീണ്ടും 6 ദിവസം ഡയറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് അങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ 59.5 ഹാപ്പിയാണ്. നേരെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് തന്നെ കടക്കാം. ഓക്കെ, അപ്പൊ നമസ്കാരം കുട്ടികളെ. അപ്പൊ ഇന്ന് 3ാമത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ സൂചി ഗോതമ്പ് റവ വെച്ചിട്ടുള്ള ഉപ്പുമാവാണേ. ഇപ്പോൾ നിങ്ങൾക്ക് സൂചി ഗോതമ്പ് റവ വെച്ചിട്ട് ഉപ്പുമാവ് കഴിക്കാം, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള റവ വെച്ചിട്ടുള്ള ഉപ്പുമാവ് കഴിക്കാം. പിന്നെ സൂചി ഗോതമ്പ് നുറുക്ക്, ഏത് ഉപ്പുമാവാണ് താല്പര്യം അത് കഴിക്കാം കേട്ടോ. അത് ഇതേപോലെ ചെറിയൊരു കട്ടോരി. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ പറഞ്ഞ പോലെ പൾസ് ഏതെങ്കിലും. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1 പയർ മത്തങ്ങയും കൂടിയിട്ടുള്ളൊരു ചാറുകറിയാണ്. ഞാൻ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ആദ്യം തന്നെ കുക്കുംബറിൻ്റെ സ്ലൈസസ് കഴിക്കുക, അതിനുശേഷം ഇത് കഴിക്കാം. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പുട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ഉപ്പുമാവിൻ്റെ കൂടെയൊക്കെ പഴം കഴിക്കാൻ പറ്റുമെന്ന്. എനിക്ക് പഴം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിന്നെ എന്നോട് പഴം കഴിക്കേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെയിറ്റ് ലൂസ് ആവുന്ന വരെ. അതിനുശേഷം നമുക്ക് പഴം കഴിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെയാണ് പയറുവർഗ്ഗങ്ങൾ തന്നെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ കൂടുതലും കഴിച്ചിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. എൻ്റെ ഡയറ്റ് ആയിരിക്കില്ല. ഇപ്പോൾ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഡയറ്റിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. എനിവേ, ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഓക്കെ, വീണ്ടും 11:30 ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ കഴിക്കുന്നത് വാട്ടർമെലൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിയാ സീഡിനെ കുറിച്ച് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിയാ സീഡ് സബ്ജാ സീഡ് ആണോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കസ്കസ് ആണോ എന്നൊക്കെ. അതൊന്നുമല്ല. ഞാൻ ഇന്നലെ കാണിച്ചു. ഇന്നലെ സെക്കൻഡ് ഡേയുടെ വീഡിയോയിൽ ചിയാ സീഡ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ വെള്ളത്തിൽ കുതിർക്കണം എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിയാ സീഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്. ചിയാ സീഡ് എന്ന് തന്നെ പറഞ്ഞ് തന്നെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് മറ്റൊന്നും ആയിട്ട് കമ്പയർ ചെയ്യരുത്. അതൊന്നും അല്ല സംഭവം. ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സീഡാണിത്. പക്ഷെ കാഴ്ചയിലൊക്കെ നമുക്ക് ഇത് കുതിർത്ത് വരുമ്പോൾ ഏകദേശം കസ്കസ് പോലെയൊക്കെ തന്നെ ഉണ്ടാവും കാണാൻ തന്നെ. അപ്പോൾ ഉച്ചയായി. ഉച്ചയ്ക്കലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഇന്ന് പൊരിയൽ, മിക്സ്ഡ് പൊരിയലാണ്. അതായത് ക്യാബേജും ക്യാരറ്റും ഒരുമിച്ചിട്ടുള്ള പൊരിയൽ, പിന്നെ കുക്കുംബർ പീസസ് ആസ് യൂഷ്വൽ. പിന്നെ ഇതെന്താണെന്നറിയാമോ? നെല്ലിക്ക മോരുകറി. ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് നെല്ലിക്കയുടെ കൂട്ടത്തിൽ കൂടെ കുറച്ച് വെള്ളരിക്കയും കൂടി ഇട്ടു എന്ന് മാത്രം. വെള്ളരിക്ക ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോരുകറിയാണ്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അതുപോലെ തന്നെ ക്യാബേജ് ക്യാരറ്റ് പൊരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ക്യാബേജ് പൊരിയലിൻ്റെ സെയിം റെസിപ്പി തന്നെയാണ്. അത് മിക്സ് ആക്കി ഉണ്ടാക്കിയെന്ന് മാത്രം. കാരണം 3 വെജിറ്റബിൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത്രയും നന്നായിരിക്കും. അപ്പോൾ അത്രയും പച്ചക്കറി വയറ്റി പോകണമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ 4 ടേബിൾ സ്പൂൺ ചോറ്, നമ്മുടെ ഒരു കട്ടോരി തൈര്. അപ്പോൾ ഒരുപാട് പേര് നോൺ വെജ് വെർഷനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോൺ വെജ് വെർഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഇത് സെയിം പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ ആ കറി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് പകരം ഈ വെജിറ്റേറിയൻ കറിക്ക് പകരമായിട്ട് ഫിഷ് കറിയോ ചിക്കൻ കറിയോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഞാൻ ഒരു പൾസ് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. അപ്പം അത് നമ്മുടെ പയറില്ല, ഇന്ന് രാവിലെ ഉണ്ടാക്കിയ പയറില്ലേ, ആ പയറാണ് കുറച്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും പരിപ്പ് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ അതേസമയം എന്താ പറയുക, ബിസിയായ അമ്മമാർ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർ, നിങ്ങൾക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ കറി ഉണ്ടാക്കാൻ
ചൂടാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഇന്നലെ പരിപ്പ് കറി ഉണ്ടെങ്കിൽ ഇന്നും അത് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ നാട്ടിലൊക്കെ പോയ സമയത്ത് എല്ലാ തരത്തിലുള്ള പൾസിൻ്റെ കറിയും ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം കുറച്ചെടുത്തിട്ട് ചൂടാക്കും. ഒരുമിച്ച് ഒരു കറിയും ചൂടാക്കാൻ പാടില്ല, ആവശ്യമുള്ളത് മാത്രം ഒരു പോർഷൻ എടുത്ത് ചൂടാക്കുക, ബാക്കി തൊടാണ്ട് വെച്ചാൽ മതി. ഒരു ആഴ്ചയൊക്കെ നമുക്ക് കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിലും മതി. ഇപ്പോൾ ഡെയിലി കറി ഉണ്ടാക്കണം എന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഡെയിലി ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിന്നർ ദാ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഒരു ചപ്പാത്തി തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ ചപ്പാത്തി ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് ഹാപ്പി ന്യൂസാണ്, ചപ്പാത്തി ഉണ്ട് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ കുക്കുംബർ, ഇന്ന് ഞാൻ വേറെ രീതിയിലുള്ള സാലഡൊന്നും ഉണ്ടാക്കിയില്ല, കുക്കുംബർ സ്ലൈസസ് തന്നെയാണ്. മടിയായിരുന്നു. ഇതെന്താണെന്നറിയാമോ, ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടേ. ഇത് മഷ്റൂമും ക്യാപ്സിക്കും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളതാണ്. വളരെ സിമ്പിളാണ്, ഇതാന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ മഷ്റൂമും നല്ലതാണ് നമുക്ക്, അല്ലെങ്കിൽ പനീർ ഏതെങ്കിലും ഒന്നിങ്ങനെ മാറി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതെന്താണെന്നറിയാമോ, ഇത് നമ്മുടെ കടലപ്പരിപ്പ് കറിയാണ്. നമ്മുടെ ദാൽ തഡ്ക എന്ന് പറയത്തില്ലേ, അതിൽ ഞാൻ കുറച്ച് സ്പിനാച്ച് ഇട്ടിട്ടുണ്ട്, അതായത് കുറച്ച് പാലക്കും കൂടി ചേർത്തിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ പരിപ്പിന് പരിപ്പായി, മഷ്റൂമിന് മഷ്റൂമായി. ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഈ പരിപ്പ് കറിക്ക് പകരമായിട്ട് ചിക്കൻ കറിയോ ഫിഷ് കറിയോ എന്താണെന്ന് വെച്ചാൽ താല്പര്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ടേ, മെനു അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് വേറൊരു കാര്യം, ഒരു കുട്ടി ഇപ്പം തന്നെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സംശയം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ BP ഉള്ളവർക്ക് ചിയാ സീഡ് കഴിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ചിയാ സീഡിനെ കുറിച്ച് ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ലോ BP നെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ചിയാ സീഡ് കഴിച്ചു കഴിഞ്ഞാൽ പ്രഷർ കറക്റ്റ് ആക്കാനുള്ള ഒരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഓൾറെഡി ലോ BP ആണെങ്കിൽ പിന്നെ ചിയാ സീഡ് കഴിക്കേണ്ടതെന്നാണ് ഞാൻ അന്വേഷിച്ചാൽ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. ഓൾറെഡി ലോ BP ആണെങ്കിൽ ചിയാ സീഡ് ഒഴിവാക്കാം കേട്ടോ. ഞാൻ പണ്ട് എന്താ പറയുക, വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുടംപുളിയുടെ ഒരു 2 പീസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് തിളപ്പിച്ച് കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഇത്രയും അതിനൊരു പവർ ഉണ്ടെന്നുള്ള കാര്യം. എനിക്ക് തലയൊക്കെ ചീറ്റിയ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് അത് വളരെ ചെറിയൊരു എമൗണ്ടിൽ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം. അപ്പം നെറ്റിൽ പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോഴും അത് നമുക്ക് പറ്റുമോ, അല്ലെങ്കിൽ എത്ര ഡോസേജ് ആണ്, അങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. വീണ്ടും ഞാൻ എടുത്തു പറയുന്നത് നിങ്ങളൊരു അപകടത്തിലും പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ മെനു. അപ്പോൾ നമുക്ക് നാളെ കാണുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക്